എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ സേതുവിന്റെ പല്ലവിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് അച്ചു ശ്രീഹരിയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ശ്രീഹരി അച്ഛനോട് പറഞ്ഞു, അച്ചു അച്ചുവിനറിയാലോ എന്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ എന്താന്ന്. ഒരിക്കലും അച്ചുവിന് ചേർന്നൊരു പുരുഷനല്ല ഞാനെന്ന് പറയാം. ഇത് കേട്ടത് അച്ചു പറഞ്ഞു, എന്ന് ശ്രീഹരിയാണോ തീരുമാനിക്കണമെന്ന് ചോദിക്കും. അതെ, ഇപ്പൊ തൽക്കാലത്തേക്ക് നമുക്കൊരു കുടുംബജീവിതത്തിലേക്ക് കടക്കണ്ട. എന്റെ മനസ്സിൽ എനിക്ക് തോന്നണം ഞാൻ അച്ചുവിനത്ത ഒരാളാണ്. അങ്ങനെ എന്റെ മനസ്സിൽ എനിക്ക് സ്വയം ബോധ്യപ്പെടുത്തിയാൽ മാത്രമേ അച്ചുവായിട്ടുള്ള ജീവിതം എനിക്ക് സാധ്യമാവുള്ളൂ എന്ന് പറയണം. ഇത് കേട്ടതും അച്ചു പറഞ്ഞു, അങ്ങനെയാണോ, കുഴപ്പമില്ല, ഞാൻ കാത്തിരുന്നോളാം, എത്ര നാൾ വേണമെങ്കിലും കാത്തിരുന്നോളാം എന്ന് പറയാം. അച്ഛന് വിഷമമായെന്ന് ചോദിക്കാം. വിഷമമായെന്ന് ചോദിച്ചാൽ വിഷമമുണ്ട്. എന്തുകൊണ്ടാണെന്നറിയാവോ, ഇപ്പോഴത്തെ ഈ ശ്രീഹരിയുടെ മനോഭാവം കണ്ടിട്ട്. ഇപ്പൊ ശ്രീഹരി എന്റെ ഭർത്താവാ, അത് ശ്രീഹരി വിചാരിക്കണം. ഞാന് ശ്രീഹരിയുടെ ഭാര്യയും കൂടെയാ. പക്ഷേങ്കില് ശ്രീഹരിക്ക് എന്തോ ഒരു കോംപ്ലക്സ് ഉണ്ട്, അതുകൊണ്ടാ ഇങ്ങനെ. അതല്ല അച്ചു, അച്ചുവിനറിയാലോ ആകെപ്പാടെ വല്ലാത്തൊരു ടെൻഷൻ മനസ്സ് നിറയും. അച്ഛനൊപ്പം ഒരു പെൺകുട്ടി, അത് ഉയർന്ന നിലയിൽ ഇത്രയും ഇതായിട്ട് ജീവിക്കുന്ന പെൺകുട്ടിയെ എനിക്ക് സ്വന്തമാക്കാനുള്ള അർഹത ഉണ്ടോ എന്ന് പോലും എന്റെ മനസ്സിൽ തോന്നലുണ്ടെന്ന് പറയാം. അത് കുഴപ്പമില്ല, തൽക്കാലത്തേക്ക് ഈ കാര്യം നമ്മൾ തമ്മിൽ അറിഞ്ഞാൽ മതി കേട്ടോ ശ്രീഹരി, പുറത്താരും അറിയണ്ടെന്ന് പറയാം. ശരി, വന്ന് കിടന്നോളാം പറയണം. പാതിരാത്രിയാണ് ഈ കാര്യങ്ങളൊക്കെ പറയണേ. അങ്ങനെ അച്ചു ശ്രീഹരിയും കിടക്കുവാണ്. കിടന്നു കഴിഞ്ഞപ്പോൾ ശ്രീഹരി ബെഡിന്റെ ഒരു സൈഡിലേക്ക് മാറിക്കിടന്നു. അച്ചു പറഞ്ഞത്, ഈ പുതപ്പൊക്കെ പുതച്ചോട്ടോ, എത്ര നാളത്തേനായിരിക്കും നമ്മൾ തമ്മിലുള്ള ഈ അകൽച്ച ഓരോ ദിവസം കുറഞ്ഞു കുറഞ്ഞു വരണം കേട്ടോ. രണ്ടുപേരും തമ്മിൽ നല്ലൊരു ജീവിതം ഉണ്ടാവണമെന്ന് പറയാം. അങ്ങനെ ആദ്യരാത്രി കണ്ട് കഴിഞ്ഞു പോകണം. അപ്പൊ ആ ആദ്യരാത്രിയെ കുറിച്ചൊക്കെ ശ്രീഹരി ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുക. അപ്പോഴേക്കും അച്ചു വന്നിട്ട് ചോദിച്ചു, ശ്രീഹരിന്ന് വിളിക്കുക. പക്ഷെ ശ്രീഹരി അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. വീണ്ടും ശ്രീഹരിനെ വിളിച്ചു. പിന്നീട് ദേഹത്ത് തട്ടി വിളിക്കുകയാണ്. ശ്രീഹരി ഞെട്ടി ഉണർന്നു. എന്താ എന്താ അച്ചു എന്ന് ചോദിക്കാം. അതെ, സോറി കേട്ടോ, ഞാൻ ദേഹത്തൊന്ന് തൊട്ടു എന്ന് പറയണം. അച്ചു, കളിയാക്കോ അച്ചു നീ എന്നെ അല്ലേന്ന് ശ്രീഹരി ചോദിക്കാം. കളിയാക്കിയതല്ല, ഇനി ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ. അല്ല അച്ചു, നിനക്കറിയാലോ ഞാൻ നിന്നോട് അങ്ങനെയൊക്കെ പറഞ്ഞത് നിനക്ക് വിഷമമുണ്ടോ ഇന്നലെ. എന്ത് വിഷമം? വിഷമമൊന്നുമില്ല, ശ്രീഹരിയുടെ മനസ്സെനിക്ക് അറിയാലോ. ശ്രീഹരിയുടെ മനസ്സിന്റെ നന്മ കൊണ്ടാ ശ്രീഹരി ഇങ്ങനെയൊക്കെ പറയണേ. ഇപ്പൊ ശ്രീഹരിയുടെ സ്ഥാനത്ത് വേറെ ഏത് ചെറുപ്പക്കാരനാണെങ്കിലും സംഭവിക്കാൻ പോകുന്ന എന്താന്ന് എനിക്കറിയാം. പക്ഷെ ശ്രീഹരി അങ്ങനെയല്ല, നല്ലവനായതുകൊണ്ടാന്ന് പറയാം. പക്ഷെ ഒരു കാര്യമുണ്ട്, എന്റെ വലിയേട്ടനും പലവച്ച് ഒരു കാരണവശാലും ഈ കാര്യത്തിൽ വിഷമിക്കരുത്. അവർക്കൊന്നും ഒരു സംശയം തോന്നരുത്. നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ജീവിക്കുന്ന അവരെല്ലാം കരുതിക്കൊണ്ടിരിക്കുന്നത് അതങ്ങനെ തന്നെ ആവണമെന്ന് പറയണം. ശ്രീഹരി പറഞ്ഞു, കാരണം എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രിയപ്പെട്ടാണ് വലിയേട്ടൻ. വലിയേട്ടനെ മനസ്സ് വേദനിച്ചാൽ എനിക്ക് സഹിക്കാൻ പറ്റില്ല. വലിയേട്ടൻ എടുക്കുന്ന എന്ത് തീരുമാനം, അതുകൊണ്ടാണ് ഞാൻ കണ്ണടച്ചങ്ങോട്ട് അതിലേക്ക് ചെല്ലുന്നത്. കാരണം വലിയേട്ടൻ എൻ്റെ നാശത്തിന് വേണ്ടി ഒന്നും ഒരു തീരുമാനം എടുക്കലെന്ന് എനിക്ക് നല്ല പൂർണ്ണ ബോധ്യമുണ്ട്. അതുകൊണ്ട് മാത്രമാണ്. ശ്രീഹരി, എനിക്കറിയാം സേതുവേട്ടൻ എന്നെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്. പക്ഷേങ്കിൽ ഇപ്പോഴത്തെ അവസ്ഥയൊക്കെ മാറിയിട്ട് എനിക്ക് അച്ഛനെ ശരിക്കും മനസ്സ് തുറന്ന് സ്നേഹിക്കാൻ കഴിയണം. അതൊരു പക്ഷേങ്കിൽ ഇങ്ങനെയല്ല, എനിക്ക് ഇത്രയും കൂടെ ഒന്ന് ഇതാവാനുണ്ട്. അതിനുശേഷം മതി നമുക്കൊരു ജീവിതം. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ എപ്പോഴും ഞാൻ പറയണേന്ന് പറയാം. വേണ്ട, ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാനേ പോണ്ട. ശ്രീഹരിയുടെ ഒക്കെ ഈ മനസ്സിന്റെ ഈ ഇതിന് കാരണം എന്താണെന്നറിയോ, ശ്രീഹരിയുടെ മനസ്സിലൊരു ചിന്തയുണ്ട്. ഞാനൊന്നുമല്ല, ഞാൻ ചെറുതാണല്ലോ, അങ്ങനെയുള്ളൊരു കുഴപ്പമുള്ളതുകൊണ്ടാ. അങ്ങനെ ഒരിക്കലും വിചാരിക്കരുത് നമ്മള്. ആ ഒരു വിചാരം ഉള്ളതുകൊണ്ടാണ് ശ്രീഹരിക്ക് ഞാനുമായിട്ട് അടുക്കാനായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടാകുന്നത്. സാരമില്ല, ഞാൻ കാത്തിരുന്നോളാം, അതൊക്കെ പതിയെ പതിയെ മാറിക്കോളൂ എന്ന് പറയാണ്. പിന്നീട് പല്ലവി നോട്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്തിരിക്കുകയാണ്. ആ സമയത്താണ് പ്രതാപനും പത്മജയും ശ്രീദേവിയും കൂടെ അങ്ങോട്ടേക്ക് വരുന്നത്. അങ്ങനെ അവരെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് തന്നെ പല്ലവി എഴുന്നേറ്റ് അകത്തേക്ക് പോയിട്ട് പൂർണിമേനെ വിളിക്കുകയാണ്. അങ്ങനെ പൂർണിമ അങ്ങോട്ടേക്ക് വന്നു. പൂർണ്ണിമ വന്നിട്ട് പറഞ്ഞു, വാ ഇരിക്കും പ്രതാപ എന്നൊക്കെ പറയണം. അങ്ങനെ പ്രതാപനും ശ്രീദേവിയും പത്മയൊക്കെ ഇരിക്കുകയാണ്. ഈ സമയത്ത് ശ്രീദേവി പറഞ്ഞു, എന്നാലും കുറച്ച് കടന്ന കൈയായി പോയിട്ടാ പൂർണ്ണിമ. എല്ലാരും കൂടെ ചേർന്നിട്ട് ഞങ്ങൾ നാണം കെടുത്തി പറഞ്ഞയച്ചില്ലേന്ന് ചോദിക്കുക. ഇത് കേട്ടതും പല്ലവിക്ക് ദേഷ്യം വന്നു. പല്ലവി പറഞ്ഞു, അത് ആരുടെ കുറ്റം കൊണ്ടാ? അച്ഛൻ്റെ കുറ്റം കൊണ്ടാണോ? അല്ലല്ലോ, നിങ്ങളുടെ മകന്റെ കയ്യിലിരിപ്പോണ്ടല്ലേന്ന് ചോദിക്കും. ഇത് കേട്ടപ്പോ ശ്രീദേവിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഓഹോ, നീ ആരുടെ അതൊക്കെ പറയാനായിട്ട്? ബാല്യക്കാരി ഈ വീട്ടിലെ ബാല്യക്കാരുടെ സ്ഥാനത്ത് നിന്നാൽ മതി. കൂടുതൽ വലിയ വലിയ ഭാരിച്ച ജോലികളൊന്നും ഏറ്റെടുക്കണ്ട. പറഞ്ഞത് കേട്ടല്ലോ, അവള് വലിയ അഭിപ്രായം പറയാനായിട്ട് വന്നിരിക്കുന്നു. ഇത് കേട്ടതും പല്ലവി വിട്ടുകൊടുത്തില്ല. പല്ലവി പറഞ്ഞു, എനിക്ക് പൂർണ്ണമ്മ അമ്മേനെ പോലെയാണ്. അപ്പം അമ്മയ്ക്കൊരു വിഷമം ഉണ്ടായാല് അമ്മേനെ ആരും ചീത്ത പറഞ്ഞാല് എനിക്ക് പ്രതികരിക്കാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് പറഞ്ഞാന്ന് പറയാം. പെട്ടെന്ന് പ്രതാപനൊന്നും അങ്ങനെ ഇഷ്ടപ്പെടില്ല. പ്രതാപൻ ഇങ്ങനെ രൂക്ഷമായിട്ട് നോക്കുകയാണ്. പൂർണ്ണി പറഞ്ഞു, വേണ്ട പല്ലവി, ഇപ്പൊ നീ ഒന്നും പറയണ്ടെന്ന് പറയണം. അത് കേട്ടപ്പം ശ്രീദേവി പറഞ്ഞു, കേട്ടല്ലോ,
ഞങ്ങൾ പറയുന്നത് അങ്ങോട്ട് അനുസരിച്ചാൽ മതി. അവള് വലിയൊരു ആള് കളിച്ച് വന്നിരിക്കുന്നു അഭിപ്രായം പറയാനായിട്ട്, നാണമില്ലാത്തോള് എന്നൊക്കെ പറഞ്ഞിട്ട് കുറ്റപ്പെടുത്തുവാണ്. പ്രതാപനും പത്മജിക്കും ഭയങ്കര സന്തോഷമായി. പിന്നീട് പ്രതാപൻ പറഞ്ഞു, അതെ പൂർണ്ണിമച്ചി, ഇപ്പം ഞങ്ങൾ വന്ന എന്തിനാണെന്നറിയോ, ഒരു വഴക്കും പ്രശ്നങ്ങളും ഉണ്ടാക്കാനല്ലെന്ന് പറയണം. പിന്നെ എന്തിനാന്നുള്ള രീതിയിൽ നോക്കുവാണ്. അല്ല, ഒരു കല്യാണം മുടങ്ങി, പക്ഷേങ്കിൽ ഇവിടുന്ന് തന്നെ മറ്റൊരു വിവാഹം നടത്തിയാലോ എന്നൊരു ചിന്തയാവേട്ട ഞങ്ങൾ വന്നിരിക്കുന്നു പറയണം. മറ്റൊരു വിവാഹമോ എന്ന് പൂർണ്ണിമ വയ്ക്കണം. അതെ. ഈ സമയം ശ്രീദേവി പറഞ്ഞു, ഇവിടുത്തെ ഋതു ഉണ്ടല്ലോ, ഋതുവിനെ എന്റെ നിഖിലിനെയും കൂടെ ഒന്നിപ്പിച്ചാലോ എന്നൊരു ആലോചന. അല്ലെങ്കിൽ തന്നെ മുമ്പ് വന്നത് എന്റെ മനസ്സിൽ ഋതു ആയിരുന്നു ഉണ്ടായിരുന്നേ. അങ്ങനെയാണെങ്കിൽ ഋതുവിന്റെ നിഖിലിന്റെയും വിവാഹം നമുക്ക് നടത്തിയാലോ? നിഖിലിനോട് ഞങ്ങൾ സംസാരിച്ചു, അവനും താല്പര്യക്കുറവൊന്നും ഇല്ലാന്ന് പറയാം. ഇത് കേട്ടോണ്ട് വന്ന് സേതു പറഞ്ഞു, ഒരിക്കലും നടക്കില്ല, ആ വിവാഹം നടക്കില്ല എന്ന് പറയാണ്. ഇത് കേട്ടതും പൂർണ്ണിമ പറഞ്ഞു, അത് നീയാണോ തീരുമാനിക്കുന്നേ? ഞാൻ തീരുമാനിച്ചോളാം എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാന്ന് പറയണം. പ്രതാപനൊക്കെ സന്തോഷമായി. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നടാ എന്നൊരു രീതിയിൽ പ്രതാപന് സേതുവിനെ നോക്കുകയാണ്. സേതു ഒന്നും മിണ്ടിയില്ല. പല്ലവി സേതുവിനെ കണ്ണടച്ച് കാണിച്ചു, വേണ്ട തൽക്കാലത്തേക്കൊന്നും മിണ്ടണ്ടെന്നുള്ള രീതിയിൽ. പ്രതാപൻ പറഞ്ഞു, നല്ല ആലോചന ചേച്ചിക്കറിയാലോ, നിഖില് നല്ലവനാ. അപ്പം ഋതുവും നിഖിലും കൂടെ ഒന്നിക്കുവാണെങ്കിൽ അറിയാലോ, ആ ഒരു വിഷമം കൂടെ മാറിക്കിട്ടും. ആദ്യത്തെ കല്യാണം മുടങ്ങിയതിന്റെ. എങ്ങനെയുണ്ട് ചേച്ചി എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതും പൂർണ്ണം പറഞ്ഞു, എനിക്ക് സമ്മതമാണ്, എനിക്കൊരു കുഴപ്പമില്ല. അവള് നിഖിലും ഋതുവും തമ്മിൽ ഒന്നിച്ചോട്ടെ, അതിന് എനിക്കൊരു സമ്മതക്കുറവില്ലെന്ന് പറയണം. അവരുടെ കല്യാണം നമുക്ക് നടത്താന്ന് പറയണം. ഈ സമയത്താണ് ഋതു അങ്ങോട്ട് വരുന്നത്. ഋതു വന്നിട്ട് പറഞ്ഞു, അല്ല എന്താ ഇവിടെ ഭയങ്കര ചർച്ചയിലാണല്ലോ എന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ പൂർണ്ണം പറഞ്ഞു, നിന്റെ നിഖിലിനെയും തമ്മിൽ കല്യാണക്കാര്യങ്ങളാ, എനിക്ക് സമ്മതമാണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അതങ്ങ് നടത്തിയാൽ കൊള്ളാമെന്നുണ്ട്. ഇത് കേട്ട ഋതു പറഞ്ഞു, അല്ല ഈ കല്യാണത്തിനൊക്കെ മുമ്പ് പെണ്ണിനോട് അഭിപ്രായം ചോദിക്കില്ലേ, അത് വേണ്ടേന്ന് ചോദിക്കുകയാണ്. അത് കേട്ടപ്പോൾ പൂർണ്ണം പറഞ്ഞു, എനിക്കറിയാലോ നിന്റെ മനസ്സ്, നിനക്ക് ഇഷ്ടമാണെന്ന് എനിക്ക് അറിയാന്ന് പറയാണ്. ഇത് കേട്ടപ്പോൾ ഋതിക പറഞ്ഞു, അതെ എനിക്ക് ഈ കല്യാണത്തിന് സമ്മതമല്ല എന്ന് പറയാണ്. ചിലയിടത്തൊക്കെ ഉണ്ടായിരിക്കും ചേട്ടത്തിനെ കിട്ടിയില്ലെങ്കിൽ അനിയത്തിനെ കിട്ടുന്നത്, പക്ഷെ എനിക്ക് അതിനോടൊന്നും ഒട്ടും താല്പര്യമില്ല. അത് മാത്രമല്ല, എനിക്കിപ്പോ ഒരു കല്യാണം കഴിക്കാനായിട്ടുള്ള ഇതുമില്ല. ഇപ്പൊ ഞാൻ തൽക്കാലത്തേക്ക് കല്യാണം കഴിക്കാനായിട്ട് ഉദ്ദേശിച്ചിട്ടുമില്ല. നിഖിലേന്നല്ല, ആരും കല്യാണം കഴിക്കാൻ ഞാൻ തൽക്കാലത്തേക്ക് ഉദ്ദേശിച്ചിട്ടില്ലെന്ന് പറയണം. ശ്രീദേവിക്കൊക്കെ മുഖത്തടിയേറ്റോലേ ഇപ്പൊ. സേതു ഒരു ചെറു പുഞ്ചിരിയോടുകൂടി പല്ലവിനെ നോക്കുകയാണ്. ആ സമയത്ത് പൂർണ്ണിമയ്ക്ക് ആ പട വിഷമായി. അമ്മ എന്നോട് ക്ഷമിക്കണം കേട്ടോ. അതെ, കല്യാണം എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ സ്വന്തം തീരുമാനങ്ങളല്ലേ, നമുക്കൂടെ ഇഷ്ടപ്പെടണ്ടേ. എനിക്ക് അതിനോട് ഒരു താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ ഈ ബന്ധത്തിന് ഇഷ്ടപ്പെടുന്നില്ല, താല്പര്യപ്പെടുന്നില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് കയറി പോവാണ്. മുഖത്തടിയേറ്റ പോലെ ശ്രീദേവിക്ക് എന്തേലും പറയാൻ പറ്റുമോ? ശ്രീദേവി പ്രധാനോട് വാടാ. അതെ, നന്ദിയുണ്ട് പൂർണ്ണിമേ, ഒന്നും രണ്ടും അല്ല, ഇപ്പൊ കുറെ ആയി നിങ്ങൾ ഇങ്ങനെ അപമാനിക്കണേന്ന് പറയാം. ഞങ്ങൾ വെറുതെ ഇരിക്കും നിങ്ങൾ കരുതണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പോകുമ്പോഴത്തേനും പ്രതാപൻ പറഞ്ഞു, പൂർണ്ണേച്ചി കുറച്ച് കഷ്ടമായി പോയിട്ടായി കാണിക്കണേ. വീണ്ടും നാണം കിട്ടി ഇങ്ങോട്ട് കയറി വന്ന വീണ്ടും ഞങ്ങളെ ആട്ടി ഇറക്കിയതുപോലെ ആയി പോയില്ലേ എന്ന് ചോദിക്കുക. പൂർണ്ണിമയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പിന്നീട് ഋതിക ലാപ്ടോപ്പിൽ ഒരു ജോലിയൊക്കെ ചെയ്യുന്ന സമയത്ത് പല്ലവി അങ്ങോട്ടേക്ക് ചെല്ലുവാണ്. പല്ലവി എന്നിട്ട് പറഞ്ഞു, ഞാൻ കരുതി ഋതു ഈ കല്യാണത്തിന് സമ്മതിക്കൂന്ന്. നന്ദിയുണ്ടെന്ന് പറയണം. ഇത് കേട്ടെന്ന് ഋതിക പറഞ്ഞു, അതെ ഞാനതിന് പല്ലവി അല്ലല്ലോ, ഏതെങ്കിലും ഒരു പയ്യൻ വന്ന് കെട്ടാന്ന് പറഞ്ഞ ഉടനെ തല നീട്ടി കൊടുക്കാനും പിന്നീട് കണ്ടെടുത്ത് പോയി വലിഞ്ഞു കയറി ജീവിക്കാനും ഒക്കെ അതിന് എനിക്ക് പല്ലവിയുടെ സ്വഭാവമല്ല. ഞാന് ഋതികയാ, പൊന്നുമർത്തി മാധവമേനന്റെ മകള്. ഇത് കേട്ട പല്ലവിക്ക് ആകെപ്പാടെ വിഷമായിപ്പോയി. പിന്നീട് ഋതിക പറഞ്ഞു, എനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഞാൻ ഒരു വിവാഹത്തിന് സമ്മതിക്കുള്ളൂ, അല്ലാതെ ആരുടെ ഒപ്പം ജീവിക്കാനായിട്ട് എനിക്ക് സമ്മതമല്ലെന്ന് പറയണേ. അപ്പോഴേക്ക് സേതു അങ്ങോട്ടേക്ക് വന്നു. സേതുവിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും പറഞ്ഞു, ഞാൻ ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറി എന്തുകൊണ്ടാണെന്ന് അറിയാവോ? അതിന് പിന്നിൽ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ടെന്ന് പറയാണ്. പല്ലവി പറഞ്ഞു, അല്ല നിനക്ക് ഇഷ്ടമില്ലാത്തോണ്ടല്ലേ? ഇഷ്ടമോ ഇഷ്ടക്കേടല്ലേ ഇവിടുത്തെ പ്രശ്നം. കാരണം ഒരു വർഷത്തിനുള്ളിൽ എന്റെ കല്യാണം ഈ നിൽക്കുന്ന സേതുമാധവൻ നടത്തണം. ഇല്ലെങ്കിൽ വിൽപത്രത്തിൽ ഒരു കാര്യമുണ്ട്, സേതുവിന് പിന്നെ ഈ കുടുംബത്തിലെ സ്വത്തിലൊന്നും ഒരു അവകാശമില്ല, അവൻ ഈ കുടുംബത്തിൽ നിന്ന് ഇറങ്ങേണ്ട വരുമെന്ന്. അവനെ ഇറക്കാനായിട്ട് ഉള്ള ഏറ്റവും നല്ല വഴി ഇതാണ് ഞാൻ നോക്കിയിട്ട്. പിന്നെ കല്യാണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, എന്താ ഞാൻ കല്യാണത്തെ കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ല. എനിക്കങ്ങനെ കല്യാണം കഴിച്ച് ജീവിക്കുന്നതോട് താല്പര്യമില്ല. കല്യാണം കഴിഞ്ഞ് കുട്ടികളെ പ്രസവിച്ച് ഭർത്താവിന്റെ കാര്യങ്ങൾ നോക്കി കഞ്ഞിയും കറിയും വെച്ച് ജീവിക്കുന്നതോട് എനിക്ക് ഒട്ടും യോജിപ്പില്ല. എനിക്ക് കല്യാണം കഴിക്കാതെ ഇങ്ങനെ ജീവിക്കാനേ ഇഷ്ടം. മനസ്സിലായല്ലോ? അതുകൊണ്ട് രണ്ടുപേരും ഇനിയിപ്പം കല്യാണക്കാര്യം പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്തേക്ക് വരണ്ട. ഈ കല്യാണം മുടങ്ങിപ്പോലും ഇനിയിപ്പം ഒരു വർഷത്തിലുള്ള എന്നെ കെട്ടിക്കാൻ നിങ്ങളുടെ മനസ്സിൽ വല്ല മോഹം ഉണ്ടെങ്കിൽ അതങ്ങോട്ട് മായച്ചു കളഞ്ഞാൽ മതി. ഒരിക്കലും ഒരു പുരുഷൻ എൻ്റെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നില്ലെന്ന് പറയാം. ഇത് കേട്ടപ്പോൾ സേതു പറഞ്ഞു, കഴിഞ്ഞ ദിവസം നിനക്ക് കിട്ടിയ തല്ലിന്റെ ചൂട് പോയെന്ന് തോന്നല്ലോ, ഒന്നുകൂടെ തരട്ടെ ഋതിക ഞാൻ നീ ചോദിക്കുകയാണ്. ഇത് കേട്ട ഋതു രൂക്ഷമായിട്ട് നോക്കുകയാണ്. കിട്ടേണ്ടത് കിട്ടേണ്ട സമയത്ത് കിട്ടുവാണെങ്കിൽ വലിയ കുഴപ്പമില്ലാന്ന് തോന്നേ.
2 തല്ലിന്റെ കുറവുണ്ട്. സാരമില്ല, അധികം വൈകാതെ തന്നെ ഞാൻ അങ്ങോട്ട് തന്നേക്കാം. അത് മേടിച്ചെടുത്ത് കഴിയുമ്പോ നിനക്ക് സമാധാനം ആവില്ലേന്ന് ചോദിക്കുക. ഇത് കേട്ട് കഴിഞ്ഞപ്പോ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയിൽ ഇത് നിൽക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു.